ഹലോ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്ന് 2024 ജൂൺ സൈക്കിളിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള NTN നെറ്റിന്റെ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു PYQ ഡിസ്കഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് വീഡിയോ ആണിത്. നമ്മൾ ഓൾറെഡി ഒരു 15 ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, മാച്ച് ഫോളോയിങ് ആണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒരു ബോക്സിൽ നമുക്ക് ബുക്സ് തന്നിട്ടുണ്ട്, മറ്റൊരു കോളത്തിൽ എന്താണ് ഓത്തറിന് തന്നിട്ടുണ്ട് അല്ലെ. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഫസ്റ്റ് ബുക്ക് ഏതാണ്? ദ കംപ്ലീറ്റ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഫെലൂദ. ദ കംപ്ലീറ്റ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഫെലൂദ. Options are Vikram Chandra, Ruskin Bond, Shashi Deshpande, Satyajit Ray. Answer is Satyajit Ray. Okay. Next, The Perfect Murder. It is Ruskin Bond. The Perfect Murder, Ruskin Bond work ആണ്. Sacred Games, Vikram Chandraയുടെ work ആണ്. Again, Poisoned Arrow in the Purple Line, Shashi Deshpande. Okay. D വരുന്നത് 3 ആയിരിക്കും. ആ ഒരു രീതിയിലാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിന് നമുക്ക് ഒരു മാച്ച് ഫോളോയിങ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Who among the following used the term untranslatableness in his famous work? Okay, untranslatableness. ഇതാണ് ടേം. ഇത് ആരുടെ വർക്കിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. വില്യം വേർഡ്സ്വർത്ത് in the preface to lyrical ballads, then Philip Sidney in defense of poesy, Said S.T. Coleridge in Biographia Literaria, next മാത്യു എർണോൾഡ് in the study of poetry. ഇതിനകത്ത് ആരാണ് അൺട്രാൻസ്ലേറ്റബിൾനെസ് എന്നുള്ള ഒരു ടേം വേറൊരു വർക്കിനെ അല്ലെങ്കിൽ വേറൊരു റൈറ്ററിനെ അല്ലെങ്കിൽ പോയിറ്റിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഇസ് S.T. കോൾറിഡ്ജ്. സാമുവൽ ടൈലർ കോൾറിഡ്ജ് ആണ് ബയോഗ്രഫിയ ലിറ്ററേറിയയിൽ 1817 ഇത്തരത്തിൽ ഒരു ടേം യൂസ് ചെയ്തിട്ടുള്ളത്. എന്തിനാണ്? നമ്മുടെ വേർഡ്സ്വർത്തിന്റെ വർക്കുകൾ അല്ലെ, വേർഡ്സ്വർത്തിന്റെ ലാംഗ്വേജ് അൺട്രാൻസ്ലേറ്റബിൾ ആണ് എന്നാണ് നമ്മുടെ കോൾറിഡ്ജ് പറയുന്നത്. ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ബയോഗ്രഫി ലിറ്ററേറിയ ആക്ച്വലി ബയോഗ്രഫി ആയിട്ട് കൺസിഡർ ചെയ്യും, അദ്ദേഹത്തിന്റെ തന്നെ ഓട്ടോബയോഗ്രഫി ആയിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഓക്കെ, 1817 2 വോള്യൂംസിലാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിനകത്താണ് അൺട്രാൻസ്ലേറ്റബിൾനെസ് എന്നുള്ള ഈ ഒരു കാര്യം അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് ദ ഫോളോയിങ് ദളിത് വിമൻ റൈറ്റേഴ്സ് ഇൻ ഓർഡർ ഓഫ് ദെയർ ബർത്ത്? ഓക്കെ, ദളിത് ലിറ്ററേച്ചർ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറഞ്ഞു. അതിനകത്ത് ദളിത് വിമൻ റൈറ്റേഴ്സിന്റെ ഒരു ക്രോണോളജി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിനകത്ത് എല്ലാവരുടെയും ഒന്നും നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും മീന കന്ദസ്വാമി ഏറ്റവും യങ്ങസ്റ്റ് ആണെന്ന് നമുക്കറിയാം. സോ ഒബ്വിയസ്ലി ഓപ്ഷൻ സി ആയിരിക്കും ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ സി ആണ് ലാസ്റ്റ് വരുന്നുണ്ടാവുക. ദാറ്റ് ഇസ് ഓപ്ഷൻ 2. EABDC എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റിന് ആൻസർ കിട്ടുക. നെക്സ്റ്റ് നോക്കൂ. What is the correct chronological sequence of the following Indian writers in order of their birth? നേരത്തെ നമ്മൾ ഫീമെയിൽ ദളിത് റൈറ്റേഴ്സിന്റെ ക്രോണോളജി ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ റൈറ്റേഴ്സിന്റെ തന്നെ മറ്റൊരു ക്രോണോളജി ചോദിച്ചിട്ടുണ്ട്. മനോഹർ മലക്നോക്കർ, ദെൻ മുൽക്രാജ് ആനന്ദ്, തോരു ദത്ത്, ഖുഷ്വന്ത് സിംഗ്, മിഷേൽ, മധുസൂദനൻ ദത്ത്. ഓക്കെ, ഇത്തരത്തില് 5 പേരെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് മധുസൂദനൻ ദത്ത് ആണ് ഏറ്റവും സീനിയർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. സോ ഓപ്ഷൻ ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഇസ് ECBAD. ആ ഒരു രീതിയിൽ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Which of the following statements are correct about Dr. B.R. Ambedkar's annihilation of caste and concerns dealt with it? Okay, B.R. അംബേദ്കറിന്റെ ഏതാണ്? annihilation of caste. അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? It is an undelivered speech written in 1936. Undelivered speech. Okay, that is true. Next, it focuses on the need to create a society where individuals are treated with dignity and respect regardless of their caste. Where individuals are treated with dignity and respect regardless of their caste. That is also true. Absolutely true. There will be outcasts even if the caste system is completely destroyed. അങ്ങനെ ഒരു കാര്യം എന്തായാലും അംബേദ്കർ പറയില്ല അല്ലേ? There will be outcasts even if the caste system is completely destroyed. So this is wrong. Next, ideal society will always have a strong caste system. Ideal society ക്ക് എപ്പോഴും ഒരു സ്ട്രോങ് കാസ്റ്റ് സിസ്റ്റം ഉണ്ടാവും എന്നാ പറയുന്നത്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഐഡിയൽ ആയിട്ടുള്ള ഉട്ടോപ്പിയൻ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആണെങ്കിൽ പോലും അവിടെ ഒരു കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്, വിച്ച് ഇസ് ഫൂളിഷ്നെസ്. ഓക്കെ, നെക്സ്റ്റ്, ദിസ് ഇസ് എ ഫിക്ടേഷ്യസ് നോവൽ. അഗെയിൻ റോങ്. സോ A and B എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ആൻസേഴ്സ് വരുന്നുണ്ടാവുക. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡീസ് തന്നെ നമ്മുടെ NTN നെറ്റിന് വേണ്ടിയിട്ട് വേണം. ഇപ്പൊ 2025 നെറ്റ് ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള രീതിയിൽ 6 months കോഴ്സ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക്
സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. ഈ ഒരു ചോദ്യം നോക്കൂ. അറേഞ്ച് ദ ഫോളോയിങ് ഫിലിംസ് ഓൺ ഡിസബിലിറ്റി കൺസേൺസ് ഇൻ ഓർഡർ ഓഫ് ദിയർ ഇയർ ഓഫ് റിലീസ്. അല്ലെ, ഫിലിം ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്ത് ടൈപ്പ് ഓഫ് ഫിലിംസ് ആണ്? ഡിസബിലിറ്റി ബേസ്ഡ് ഫിലിംസ് ആണ് കേട്ടോ. ഡിസബിലിറ്റി കൺസേൺസ് പറയുന്ന ഫിലിംസ് ആണ്. പാ, കമോഷി, ഇക്ബാൽ, മാർഗരീറ്റ വിത്ത് സ്ട്രോ, വാന. ഓക്കെ, ഈ ജനറേഷനിലുള്ള ആളുകൾ എന്തായാലും ഈ രണ്ട് മൂവീസ് കണ്ടിട്ടുണ്ടാവും അല്ലെ, പാ ആൻഡ് മാർഗരീറ്റ വിത്ത് സ്ട്രോ. സോ ഇതിനകത്ത് ഡി ആണ് ലാസ്റ്റിലോട്ട് വരാൻ നമുക്കറിയാം. സോ ഒബ്വിയസ്ലി എ ഡി എന്നായിരിക്കും എൻഡിങ്ങിൽ വരുന്നുണ്ടാവുക. ഓക്കെ, എ ഡി എന്ന് എൻഡിങ്ങിൽ വരുന്ന ഒരേ ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഇസ് ബി സി ഇ എ ഡി. ഓക്കെ, അപ്പൊ ഇയർ അറിയില്ലെങ്കിലും ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഇത്തരത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. വീണ്ടും ഒരു മാച്ച് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ബോക്സിൽ നമുക്ക് കുറച്ച് ടേംസ് തന്നിട്ടുണ്ട്, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് സെക്കൻഡ് കോളത്തിൽ തന്നിട്ടുള്ളത്. എന്താണ് അപ്പോഡോസിസ്? അപ്പോഡോസിസ് എന്താണ്? ക്ലോസ് എക്സ്പ്രസിംഗ് ദ കോൺസിക്വൻസസ് ആണ് കേട്ടോ. അപ്പോഡോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്ലോസ് എക്സ്പ്രസിംഗ് ദ കോൺസിക്വൻസസ്. കോൺസിക്വൻസസ് എക്സ്പ്രസ് ചെയ്യുന്ന ക്ലോസിനെയാണ് നമ്മൾ അപ്പോഡോസിസ് എന്ന് പറയുന്നത്. ദെൻ പ്രൊട്ടാസിസ് എന്താണ്? ക്ലോസ് എക്സ്പ്രസിംഗ് ദ കണ്ടീഷൻ. ഓക്കെ, പ്രൊട്ടാസിസ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ക്ലോസിനെയാണ് നമ്മൾ പ്രൊട്ടാസിസ് എന്ന് പറയുന്നത്. കൊളൊക്കേഷൻ എന്താണ്? പെയർ ഓഫ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ആർ ഹാബിച്വലി ജക്സ്റ്റപോസ്ഡ്. ഹാബിച്വലി ജക്സ്റ്റപോസ് ചെയ്തിട്ടുള്ള പെയർ ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ കൊളൊക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ കോപ്പുലർ വേർഡ് എന്ന് പറഞ്ഞാൽ ലിങ്ക്സ് സബ്ജക്ട് ഓഫ് എ സെന്റൻസ് വിത്ത് എ കോംപ്ലിമെന്റ്. ഓക്കെ, സബ്ജക്റ്റിന് സെന്റൻസിലെ കോംപ്ലിമെന്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനാണ് നമ്മൾ കോപ്പുലർ വേർബ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ലാംഗ്വേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഇസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് വാരിയസ് പീരീഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്നല്ല ഏതൊരു ലിറ്ററേച്ചർ പഠിക്കുമ്പോഴും നമ്മൾ അതിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നോക്കിയിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ഇത്തരത്തിൽ ബ്രിട്ടീഷ് ഹിസ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത്. എന്താണ്? കാരലിൻ ഏജ് ഉണ്ട്, ജക്കോബിയൻ ഏജ് ഉണ്ട്, റെസ്റ്റോറേഷൻ ഏജ് ഉണ്ട്, കോമൺവെൽത്ത് പീരീഡ്, ഓഗസ്റ്റൻ പീരീഡ്. ഇതിന്റെ ഒരു ക്രോണോളജി ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഒബ്വിയസ്ലി ജക്കോബിയൻ, കരോലിയൻ, ദെൻ കോമൺവെൽത്ത്, റെസ്റ്റോറേഷൻ, ഓഗസ്റ്റൻ. ഓക്കെ, ആ രീതിയിൽ BADCE എന്നുള്ള രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ദ ലൈൻ he who works for sweetness and light united works to make reason and the will of God prevail. He who works for sweetness and light, okay, works to make reason and the will of God prevail. occurs in. ഈ ഒരു ലൈന് എവിടെയാണ് വരുന്നത്, ഏത് ടെക്സ്റ്റിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? റെയ്മോൺ വില്യംസിന്റെ കൾച്ചർ ആൻഡ് സൊസൈറ്റി ഉണ്ട്, ജൂലിയ ക്രിസ്റ്റവയുടെ റെവല്യൂഷൻ ഇൻ പോയറ്റിക് ലാംഗ്വേജ് ഉണ്ട്, മാത്യു എർണോൾഡിന്റെ കൾച്ചർ ആൻഡ് അനാർക്കി ഉണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിവിലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഡിസ്കണ്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആൻസർ ആയിട്ട് എന്താ വരുന്നത്? ഇറ്റ് ഇസ് മാത്യു എർണോൾഡ്, കൾച്ചർ ആൻഡ് അനാർക്കി. കൾച്ചർ ആൻഡ് അനാർക്കി 1869 വർക്ക് ആണ്. ഈ ഒരു ലൈൻ എന്താ സൂചിപ്പിക്കുന്നത്? ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്നുള്ള ആ ഒരു ഐഡിയന്റെ കൂടെ തന്നെ ഇന്റലക്റ്റും കൂടെ, അല്ലെ ആർട്ടും ഇന്റലക്റ്റും കൂടെ, പാഷൻ ഇന്റലക്റ്റും കൂടെ ഒരുമിച്ച് വന്നിട്ട് ഉണ്ടാകുന്ന പവറിനെ പറ്റിയാണ് ഈ ഒരു കോൺസെപ്റ്റിൽ സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ദ യൂട്ടിലിറ്റേറിയനിസം തിയറി. ഓക്കെ, ആ യൂട്ടിലിറ്റേറിയൻ കോൺസെപ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇത്തരത്തിൽ ഒരു ലൈൻ അദ്ദേഹം കൾച്ചർ ആൻഡ് അനാർക്കി എന്നുള്ള വർക്കിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, യൂട്ടിലിറ്റേറിയൻ തിയറി ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, അവിടെ വരുന്ന റൈറ്റേഴ്സിനും കൂടെ ഒക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു മാച്ച് ഫോളോയിങ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പോസ്റ്റ് കൊളോണിയൽ തിയറിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണിത്. കോറ എന്താണ്? കോറ നമ്മൾ പറഞ്ഞു ഒരു ലാംഗ്വേജ് പ്രീ ലാംഗ്വേജ് സ്റ്റേജ് ആണ് അല്ലെ. ജൂലിയ ക്രിസ്റ്റേവ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റേജ് ആണ്. ദാറ്റ് ഇസ് കോറ. കാർണിവലൈസേഷൻ ഭക്തിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. ദെൻ കോൺട്രാപണ്ടൽ റീഡിംഗ് എഡ്വേർഡ് സെയ്ദിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. എക്രൂത്ത് ഓഫ് ഫെമിൻ ഹെലൻ സിക്സേഴ്സിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. ഇതൊക്കെ ഏത് വർക്കിലാണെന്ന് നോക്കൂ. ഹെലൻ സിക്സേഴ്സ് എവിടെയാണ്? ഹെലൻ സിക്സോ എക്രൂത്ത് ഓഫ് ഫെമിനൈൻ 1975 ദ ലാഫ് ഓഫ് ദി മെഡ്യൂസ എന്നുള്ള വർക്കിലാണ് ഹെലൻ സിക്സോ അത്തരത്തിലൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഒരു ഫെമിനൈൻ റൈറ്റിംഗ് വേണം എന്നുള്ളത് ലാഫ് ഓഫ് മെഡ്യൂസയിലാണ് ഹെലൻ സിക്സോ പറയുന്നത്. ദെൻ ജൂലിയ ക്രിസ്റ്റേവ കോറ എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നത് 1974 റെവല്യൂഷൻ ഇൻ പോയറ്റിക് ലാംഗ്വേജ് എന്നുള്ള വർക്കിലാണ്. അതുപോലെ തന്നെ നമ്മുടെ എഡ്വേർഡ് സെയ്ദ് 1993 കൾച്ചർ ആൻഡ് എംപിയറിസത്തിലാണ് കോൺട്രാപണ്ടൽ റീഡിംഗ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ദെൻ 1963 പ്രോബ്ലംസ് ഓഫ് ഡസ്റ്റോവ്സ്കി ആൻഡ് പോയറ്റിക്സ്. ദെൻ 1965 വീണ്ടും റെബലേസ് ആൻഡ് ഹിസ് വേൾഡ് എന്നുള്ള ഈ ഒരു വർക്കിലാണ് മിക്കൽ ബക്തിൻ കാർണിവലൈസേഷൻ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റും പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഏത് വർക്കാണ്, ഇയർ ആണ്, ഓത്തർ ആണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. നെക്സ്റ്റ്, who among the following was not associated with the Cockney school of poetry? അല്ലെ, റൊമാൻറ്റിക് പീരീഡിൽ കോക്നെ സ്കൂൾ ഓഫ് പോയട്രി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത കുറച്ച് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഓഡ് വൺ ഔട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ജോൺ കീറ്റ്സ്, PB ഷെല്ലി, ലേ ഹണ്ടർ, വില്യം ബ്ലേക്ക്. ആൻസർ ഇസ് വില്യം ബ്ലേക്ക്.
ഇത് കൂടാണ്ട് വരുന്നത് ആരൊക്കെയാണ്? വില്യം ഹാസ്ലിറ്റ് ഉണ്ട്, ജോൺ സ്കോട്ട് ഉണ്ട്. ഈ ഒരു ഗ്രൂപ്പിനെ ഓർത്തോളൂ കേട്ടോ. ജോൺ സ്കോട്ട്, വില്യം ഹാസ്ലിറ്റ്, ലെയ് ഹണ്ട്, പി ഷെല്ലി, ജോൺ കീറ്റ്സ്, ഇവരൊക്കെയാണ് കോക്നെ സ്കൂളായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നവര്. അടുത്ത ചോദ്യം നോക്കൂ. ഐഡന്റിഫൈ ദി ടെക്സ്റ്റ് ഫ്രം വിച്ച് ഓഫ് ദി ഫോളോയിങ് ലൈൻസ് ഹാവ് ബീൻ ടേക്കൺ. എന്താണ് ലൈൻ തന്നിട്ടുണ്ട്, ഏത് ടെക്സ്റ്റ് എന്നാണ്. Therefore compare we the poet, okay, we the poet, with the historian and with the moral philosophers, and if he go beyond them both, no other skill can match him. No other skill can match him. Poets ne base ചെയ്തിട്ടാണ്. Obviously easy question ആണ് അല്ലേ? Preface to Shakespeare ആണോ, an essay on man ആണോ, an essay on criticism ആണോ, defense on poesy ആണോ? Easy question ആണ്. Option 4. Okay, defense of poesy by Philip Sidney ആണ് correct answer. What is the correct sequence of the 5 stages of action in order of occurrence as described by Dhananjaya in Dasharubhaga? Okay, Dhananjaya in Dasharubhaga. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യൻ ഡ്രാമ അല്ലെ, സാൻസ്ക്രിറ്റ് ഡ്രാമ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇസ്തറ്റിക്സ് അല്ലെങ്കിൽ ആൻഷ്യൻ ലിറ്ററേച്ചർ ഒക്കെ വളരെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ധനഞ്ജയയുടെ ബുക്കാണ് ഈ പറയുന്ന വർക്കാണ് ദശരൂപക. ദശരൂപക എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ടൈപ്സ് ഓഫ് ഡ്രാമ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ ആ ഒരു ടൈപ്സ് ഓഫ് ഡ്രാമയുടെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്യാരക്ടർ എങ്ങനെ വേണം, ഇവന്റ്സ് എങ്ങനെ വേണം എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? 5 സ്റ്റേജസ് ഓഫ് ആക്ഷൻ ആണ് കേട്ടോ. 5 സ്റ്റേജസ് ഓഫ് ആക്ഷന്റെ ഓർഡർ ഏതാണ്? ദശരൂപകയിൽ പറയുന്നത് അനുസരിച്ച് 5 സ്റ്റേജസ് ഓഫ് ആക്ഷന്റെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് സാൻസ്ക്രിറ്റ് ടേംസ് മനസ്സിലായില്ലെങ്കിലും ഇംഗ്ലീഷ് ടേംസ് ഉണ്ട്. അപ്പം ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രോസ്പെക്ട് ഓഫ് സക്സസ്, ബിഗിനിങ്, certainty of success, effort, then attainment of the result. Obviously B beginning ആയിരിക്കും എൻഡിൽ വരിക, attainment of the result ആയിരിക്കും ഫൈനൽ വരിക. സോ B സ്റ്റാർട്ടിങ്ങിലും E എൻഡിലും ഉള്ള ഒരേ ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ 4, BDACE. ഈ ഒരു രീതിയിലാണ് നമുക്ക് ആൻസേഴ്സ് വരിക കേട്ടോ. ബിഗിനിങ്, ആരംഭം, then we have phala or effort, then prayatna, prospects of success, then Niyapti, certainty of success, then Palagama, attainment of the result. ഈ ഒരു വർക്കിൽ സ്റ്റേജസ് ഓഫ് ആക്ഷൻ മാത്രമല്ല എല്ലാത്തിനെയും കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു വർക്കൊക്കെ ശ്രദ്ധിച്ചിട്ട് എക്സാമിന് പോവാം. നെക്സ്റ്റ്, who among the following was not a leading figure of new criticism? ന്യൂ ക്രിറ്റിസിസത്തിൽ കുറച്ച് ക്രിറ്റിക്സിനെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ലീഡിംഗ് ഫിഗർ അല്ലാത്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ജോൺ ക്ലോറാൻസൺ, അലൻ ടേറ്റ്, ഐ.എ. റിച്ചാർഡ്സ്, ഗ്ലെൻ ബ്രൂക്സ്. ഐ.എ. റിച്ചാർഡ്സ് ആണ് കേട്ടോ. അല്ലാണ്ട് ഐ.എ. റിച്ചാർഡ്സ് ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ട ആൻസർ. അല്ലാണ്ട് ന്യൂ ക്രിറ്റിക്സ് ആരൊക്കെയാണ്? വേറെ റോബർട്ട് പെൻവാരൻ ഉണ്ട്, ദെൻ R.P. ബ്ലാക്ക്മർ ഉണ്ട്, വില്യം കെ വിംസാറ്റ് ഉണ്ട്, മൊൺറോ സി ബിയേർഡ്സ്ലെ ഉണ്ട്, ദെൻ F.R. ലീവ്സ്. ഇവരൊക്കെയാണ് മറ്റ് ന്യൂ ക്രിറ്റിക്സുകൾ കേട്ടോ. ഈ ഓപ്ഷൻസ് തന്നിരിക്കുന്ന 3 ഓപ്ഷൻസിന് പുറമെ ഈ ആളുകളെയും കൂടെ ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, who among the following was not associated with the movement poetry? Okay, മൂവ്മെന്റ് പോയട്രി എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. മറ്റൊരു ഓഡ് വൺ ഔട്ട് ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ മൂവ്മെന്റ് പോയട്രി ആയിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടാത്തത് ആരാണ്? ചാൾസ് കിങ്സ്ലെ, ഡൊണാൾഡ് ഡേവി, എലിസബത്ത് ജെന്നിംഗ്, ജോൺ വെയിൻ. മൂവ്മെന്റ് പോയട്രി ആക്ച്വലി ഒരു മോഡേൺ പോസ്റ്റ് മോഡേൺ സമയത്തുള്ള പോയട്രി ആണ് അല്ലെ. സോ അതിനകത്ത് ഒബ്വിയസ്ലി ചാൾസ് ലിങ്സ്ലെ അതിനകത്ത് വരാൻ ഒരു സാധ്യതയില്ല. മറ്റ് മൂവ്മെന്റ് പോയറ്റ്സ് ആരൊക്കെയാണ്? DJ എൻറൈറ്റ് ഉണ്ട്, ഫിലിപ്പ് ലാർക്കിൻ ഉണ്ട്, ടോം ഗൺ ഉണ്ട്. ഫിലിപ്പ് ലാർക്കിനാണ് എപ്പോഴും നമ്മൾ മൂവ്മെന്റ് പോയട്രി ആയിട്ട് പറയുന്നത്. മറ്റു 2 പേരെയും കൂടെ ഓർത്തിരിക്കുക. ടോം ഗൺ, JE എൻറൈറ്റ്, ദെൻ ജോൺ വെയിൻ, എലിസബത്ത് ജെന്നിങ്സ്, അതുപോലെ തന്നെ ഡൊണാൾഡ് ഡേവി. ഈ പേരുകളൊക്കെ ഓർത്തിരിക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് എവിടേക്കാണ് സ്ട്രെസ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 2024 ജൂൺ സൈക്കിളിൽ വരുന്ന നെറ്റ് ഇനിയും നമുക്ക് 1 മന്തോളം നമ്മുടെ കയ്യിലുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓൾറെഡി പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കും. നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത് ആ ഒരു പേസിൽ തന്നെ മുന്നോട്ട് പോവുക. 2024 ഡിസംബർ സൈക്കിളിലോട്ടാണ് ഇനി നിങ്ങൾ നെറ്റ് ആസ്പയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ 6 മന്ത് ഇന്റൻസീവ് കോഴ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ കോഴ്സ് ഓൾറെഡി ബാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രീ ആക്സസിന് വല്ലതും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്ക് താഴെ ലഭിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.